നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. വികസന പദ്ധതിയിൽ ഒപ്പുവെക്കാൻ സർക്കാർ. 100 ബില്യൺ യൂറോയുടെ പുതിയ വികസന പദ്ധതിയിൽ ഒപ്പുവെക്കാൻ സർക്കാർ. ഇന്നലെ ചേർന്ന യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം. തടവുകാരെ കൊണ്ട് നിറഞ്ഞ മാഗബറി ജയിൽ. തടവുകാരെ കൊണ്ട് തിങ്ങി നിറഞ്ഞ് മാഗബറി ജയിൽ. ഇതേ തുടർന്ന് നിരവധി സംഘർഷങ്ങളാണ് ജയിലുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. നാഷണൽ ചിൽഡ്രൻസ് ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം നീളുന്നു. അയർലൻഡിലെ നാഷണൽ ചിൽഡ്രൻസ് ആശുപത്രിയുടെ ഉദ്ഘാടനത്തിൽ വീണ്ടും അനിശ്ചിതത്വം. പ്രവർത്തനത്തിന് ACHI അനുമതി നൽകാത്തതാണ് ഉദ്ഘാടനം നീണ്ടുപോകാൻ കാരണം. ലഫ്നീഗിൽ വിഷാംശമുള്ള ബ്ലൂ ഗ്രീൻ ആൽഗകളുടെ സാന്നിധ്യം കണ്ടെത്തി. സംഭവത്തിന് പിന്നാലെ അധികൃതർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. വലിപ്പം കൂടിയ ലഗേജുമായി സഞ്ചരിക്കുന്ന യാത്രികരെ പിടികൂടുന്ന ജീവനക്കാർക്ക് ബോണസ് പ്രഖ്യാപിച്ച് റയാൻ എയർ. പ്രതിമാസം 80 യൂറോ വരെയായിരിക്കും ബോണസായി നൽകുക. അയർലൻഡിലെ വനിതാ ജയിലുകളിൽ ഈ വർഷം ഇതുവരെ ജനിച്ചത് 3 കുഞ്ഞുങ്ങൾ. ദോച്ച സെന്റർ വിമൻസ് പ്രിസണിലും ലിമറിക്കിലെ വിമൻസ് പ്രിസണിലും ജനിച്ച കുഞ്ഞുങ്ങൾ അമ്മമാർക്കൊപ്പമാണ് ഉള്ളത്. പോലീസുകാരനു നേരെ ആക്രമണം നടത്തിയ സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. കസ്റ്റഡിയിലെടുക്കാനെത്തിയ പോലീസുകാരനു നേരെ പ്രതി ആസിഡിന് സമാനമായ ദ്രാവകം ഒഴിക്കുകയായിരുന്നു. സുരക്ഷ ഉറപ്പാക്കാൻ കർഷകർക്ക് നിർദ്ദേശം. കർഷകരും കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവരും സുരക്ഷയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന് നിർദ്ദേശം. കർഷകർ മരിക്കുന്ന സംഭവങ്ങൾ വ്യാപകമാകുന്ന പശ്ചാത്തലത്തിലാണ് ആരോഗ്യ സുരക്ഷാ അതോറിറ്റിയുടെ നിർദ്ദേശം. നോർത്തേൺ അയർലൻഡിൽ മിന്നൽ പ്രളയം. കനത്ത മഴയിൽ നോർത്തേൺ അയർലൻഡിൽ മിന്നൽ പ്രളയം. കൗണ്ടി ഫെർമനാഗിലാണ് മിന്നൽ പ്രളയം ഉണ്ടായത്. ഗതാഗതം താറുമാറായി. അയർലൻഡിൽ കോവിഡ് വ്യാപനം വേഗത്തിൽ. അയർലൻഡിൽ COVID-19 ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. കഴിഞ്ഞയാഴ്ച 477 രോഗികളാണ് രാജ്യത്ത് ഉണ്ടായിരുന്നത്. വൈറസിന്റെ പുതിയ വകഭേദമാണ് രാജ്യത്ത് പടരുന്നത്. UN-ൽ കാശ്മീർ വിഷയം ഉന്നയിക്കാനുള്ള നീക്കവുമായി പാകിസ്ഥാൻ. അധ്യക്ഷ പദവി മുതലെടുത്താണ് പാകിസ്ഥാന്റെ നീക്കം. ധാക്കയിൽ സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ വിമാനം തകർന്നു വീണു. സംഭവത്തിൽ 13 പേർക്ക് പരിക്കേറ്റുവെന്നാണ് റിപ്പോർട്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രഭാത സവാരിക്കിടെ തലകറക്കം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 2006-ലെ മുംബൈ ട്രെയിൻ സ്ഫോടന കേസിലെ 12 പ്രതികളെയും വെറുതെ വിട്ട് കോടതി. ബോംബെ ഹൈക്കോടതിയുടേതാണ് ഉത്തരവ്. VS അന്തരിച്ചു. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായിരുന്ന VS അച്യുതാനന്ദൻ അന്തരിച്ചു. 101 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. ബ്രിട്ടൻ വിമാനം ഉടൻ മടങ്ങും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന ബ്രിട്ടന്റെ F-35B യുദ്ധവിമാനം ഉടൻ തിരികെ മടങ്ങും. വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായി. നിതീഷ് കുമാർ റെഡ്ഡി പുറത്ത്. ഇംഗ്ലണ്ട് പരമ്പരയിൽ നിന്നും നിതീഷ് കുമാർ റെഡ്ഡി പുറത്ത്. വ്യായാമത്തിനിടെ കാൽമുട്ടിന് പരിക്കേറ്റതിനെ തുടർന്നാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയത്. കൊനേരു ഹംപി സെമിയിൽ. ഫിഡെ വനിതാ ചെസ് ലോകകപ്പിൽ ഇന്ത്യയുടെ കൊനേരു ഹംപി സെമിയിൽ. ക്വാർട്ടറിൽ ചൈനീസ് താരം യുക്സിൻ സോങ്ങിനെ പരാജയപ്പെടുത്തിയാണ് ഹംപിയുടെ നേട്ടം. മഴ ഭീതിയിൽ അയർലൻഡ്. അയർലൻഡിൽ അതിശക്തമായ മഴ. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി വരെ 3 കൗണ്ടികളിൽ ഓറഞ്ച് അലർട്ടായിരുന്നു. അതിതീവ്ര മഴയുടെ പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരള തീരത്ത് കടലാക്രമണം. കേരള തീരത്ത് ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ തീരങ്ങളിലാണ് കടലാക്രമണ സാധ്യതയുള്ളത്. വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.